വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് സ്ട്രക്ചറിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളിഗോപ്പൊളി. അതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ where large number of buyers and sellers, products are homogeneous. ഇങ്ങനെ അതിൻ്റെ ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചു. വേർ പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. ഇങ്ങനെ ഇനി നമ്മൾ രണ്ടാമത്തെ മാർക്കറ്റ് സ്ട്രക്ചറിലേക്ക് പ്രവേശിക്കുകയാണ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു, ഒരു ചെറിയ ഡിഫറൻസ്, ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ദറ്റ് ഈസ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനാണ് മെയിൻ ഡിഫറൻസ്. ഏത് തമ്മിലുള്ള പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. യെസ്, ലെറ്റ് us എക്സാം ഓർ സ്റ്റഡി വൺ ബൈ വൺ. നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, പിന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഫോംസ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് സിറ്റുവേഷനിൽ ഫോംസ് എങ്ങനെയാണ്? പ്രൊഡ്യൂസ് അറ്റ് ദി മിനിമം പോയിന്റ് ഓഫ് ദെയർ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ്. ബി, പ്രൊഡ്യൂസ് അറ്റ് എ ക്വാണ്ടിറ്റി വെയർ മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. സി, ഏൺസ് സീറോ ഇക്കണോമിക് പ്രോഫിറ്റ് ഇൻ ദി ലോങ് റൺ. ഡി, ആൾ ദി എബോവ്. ഇപ്പോൾ 4 ചോയ്സ് തന്നിട്ടുണ്ട്. അതിൽ എപ്പോഴാണ് ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഫോം? പ്രൊഡ്യൂസ് അറ്റ് ദി മിനിമം പോയിന്റ് ഓഫ് ദെയർ ATC. അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മിനിമം പോയിന്റ് ATC അല്ലെങ്കിൽ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് മിനിമം പോയിന്റിൽ വെച്ചാണ് ഫോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോയ്സ്. സെക്കൻഡ് വൺ, പ്രൊഡ്യൂസ് അറ്റ് എ ക്വാണ്ടിറ്റി വെയർ മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ്. അടുത്തത്, ഏൺസ് സീറോ ഇക്കണോമിക് പ്രോഫിറ്റ് ഇൻ ദി ലോങ് റൺ. ലോങ് റണ്ണിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്തായിരിക്കും? സീറോ ഇക്കണോമിക് പ്രോഫിറ്റ് ആയിരിക്കും ഏൺ ചെയ്യുന്നത്. ആൾ ദി എബോവ്. അപ്പോൾ ആൾ ദി എബോവ് ആണ് ആൻസർ. ബിക്കോസ് ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഫോം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ATCയുടെ മിനിമം പോയിന്റിൽ വെച്ചാണെന്നുള്ളത് കറക്റ്റ്. പ്രൊഡ്യൂസ് അറ്റ് എ ക്വാണ്ടിറ്റി വെയർ മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ ഈക്വൽ ആവുന്ന പോയിന്റിലാണ്. ലോങ് റണ്ണിൽ സീറോ എക്കണോമിക് പ്രോഫിറ്റ് അതിന് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഡി ആണ് ആൻസർ. ഓക്കെ, ദീസ് ആർ ദി features of monopolistic competition. Then second one, monopolistic firm engage in price competition, non-price competition, both price and non-price competition, and neither price nor non-price competition. ഒരു മൊണോപ്പൊളിസ്റ്റിക് ഫേം പ്രൈസ് കോമ്പറ്റീഷനെ ഫേസ് ചെയ്യുന്നു, നോൺ പ്രൈസ് കോമ്പറ്റീഷനെ ഫേസ് ചെയ്യുന്നു. ബോത്ത് പ്രൈസ് ആൻഡ് നോൺ പ്രൈസ് കോമ്പറ്റീഷനെ രണ്ടും ഫേസ് ചെയ്യുന്നു. നെയ്തർ പ്രൈസ് നോർ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ, ഇത് രണ്ടിനെയും ഫേസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? പ്രൈസ് കോമ്പറ്റീഷൻ, പ്രൈസുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ. നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാലോ, പ്രൈസ് അല്ലാതെ വരുന്ന കോമ്പറ്റീഷൻ്റെ ഏതൊക്കെയാണ്? ഒന്ന്, അഡ്വർടൈസ്മെൻറ്റ്. നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് കോമ്പറ്റീഷൻ, പ്രൈസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ. നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, ബ്രാൻഡിങ്, പാക്കിംഗ്, പ്രൈസ് കട്ടിംഗ്, വാറൻറ്റീസ് ആൻഡ് ഗ്യാരൻറ്റീസ്. ഇതെല്ലാമാണ് നോൺ പ്രൈസ് കോമ്പറ്റീഷനിൽ വരുന്നത്. അപ്പോൾ പ്രൈസ് അല്ലാതെ വരുന്ന കോമ്പറ്റീറ്റീവ് മേഖലകളാണ്. ഒന്ന്, അഡ്വർടൈസിംഗ് മേഖലയിൽ, പ്രചരണ മേഖലയിൽ ഉള്ള കോമ്പറ്റീഷൻ, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനിലുള്ള കോമ്പറ്റീഷൻ, ദെൻ ബ്രാൻഡിങ്ങിൽ, പാക്കിങ്ങിൽ, പ്രൈസ് കട്ടിങ്,
വാറണ്ടീസ് ആൻഡ് ഗ്യാരണ്ടീസ്. അപ്പം ഡിഫറെൻറ്റ് ഫേംസ് യൂസിങ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ടു ഇൻക്രീസ് ദർ സെയിൽസ്. അപ്പോൾ സെയിൽസിന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള നോൺ പ്രൈസിങ് കോമ്പറ്റീഷനും ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? മൊണോപ്പൊളിസ്റ്റിക് ഫേം എൻഗേജ് ഇൻ പ്രൈസ് കോമ്പറ്റീഷൻ, നോൺ പ്രൈസ് കോമ്പറ്റീഷൻ, ബോത്ത് പ്രൈസ് ആൻഡ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. ബോത്ത് പ്രൈസ് ആൻഡ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം. ഡിമാൻഡ് കർവ് ഫേസ്ഡ് ബൈ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് കർവ് ഇൻ്റെ നേച്ചർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, അപ്വേർഡ് സ്ലോപ്പിംഗ്. ഇപ്പോൾ ഡിമാൻഡ് കർവ് ഫേസ്ഡ് ബൈ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്തായിരിക്കും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഇവിടെ ഡിമാൻഡ് കർവാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ ഇലാസ്റ്റിറ്റി അല്ല. അപ്പോൾ ഇത് രണ്ടുമല്ല, കാരണം അത് ഇലാസ്റ്റിറ്റിയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. കർവിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാം, അല്ലെങ്കിൽ അപ്വേർഡ് സ്ലോപ്പിംഗ് ആവാം. ഇവിടെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ഡ്യൂ ടു പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ്റെ ഫലമായിട്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഫോമിൻ്റെ കർവിൻ്റെ ഷേപ്പ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഫേംസ് അഡ്വർടൈസിങ് ഇൻ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അനന്തരഫലം അഡ്വർടൈസുമായി ബന്ധപ്പെട്ട്? ഇൻക്രീസ്ഡ് കൺസ്യൂമർ അവെയർനെസ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസസ്. അഡ്വർടൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇൻക്രീസ് ചെയ്യുക, കൺസ്യൂമറിൻ്റെ അവരിൽ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി. പ്രോഡക്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് ഒരു ബ്രാൻഡും മറ്റൊരു ബ്രാൻഡും തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റും മറ്റൊരു പ്രോഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പാക്കിങ് തുടങ്ങിയ കാര്യങ്ങൾ അവെയർ ചെയ്യുന്നു. ഗ്യാരണ്ടി, അതുപോലെ തന്നെ വാറണ്ടി, നേരത്തെ നമ്മൾ പറഞ്ഞ നോൺ പ്രൈസ് കോമ്പറ്റീഷനിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇൻക്രീസ്ഡ് ബാരിയേഴ്സ് ടു എൻട്രി. മാർക്കറ്റിലേക്ക് പ്രവേശിക്കാൻ റിലേറ്റീവ്ലി ബരിയർ അവിടെ ഉണ്ട്. എൻട്രി ആൻഡ് എക്സിറ്റ് ആണെങ്കിലും റിലേറ്റീവ്ലി എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നിയന്ത്രണ കൺട്രോൾ ഉണ്ട് അവിടെ. അപ്പോൾ ബാരിയേഴ്സ് ടു എൻട്രി. ഡിക്രീസ്ഡ് പ്രൈസസ്, പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നത്, ഡിക്രീസ്ഡ് പ്രൈസസ്, കുറഞ്ഞ വിലകളെ സംബന്ധിച്ച്, വില കുറഞ്ഞതിനെ സംബന്ധിച്ചുള്ളത്, അല്ലെങ്കിൽ ബാരിയേഴ്സിനെ സംബന്ധിച്ച പ്രോഡക്റ്റ് ഡിഫറൻസ്, ഇതൊക്കെ. ഇതിൽ ആൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഫേംസ് അഡ്വർടൈസിങ് ഇൻ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ? ഇത് മൂന്നും വരും. ഇൻക്രീസ്ഡ് കൺസ്യൂമർ അവെയർനെസ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസസ്, ഇൻക്രീസ്ഡ് ബാരിയേഴ്സ് ടു എൻട്രി, ഡിക്രീസ്ഡ് പ്രൈസസ്. ഈ മൂന്നെണ്ണവും അതുമായി ബന്ധപ്പെട്ട് കറക്റ്റാണ്. നെക്സ്റ്റ് അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം ഇൻ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ലോങ് റൺ ഇക്വിലിബ്രിയം, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഏതാണെന്നാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി ഇക്വിലിബ്രിയം ഓഫ് എ ഫേം ഇൻ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ? എ, പ്രൈസ്, അതായത് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. മാർക്കറ്റ് പ്രൈസും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്നു. മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ATC, ആവറേജ് ടോട്ടൽ കോസ്റ്റ്. ദെൻ മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. മാർജിനൽ റവന്യൂവും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്നു. ആൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഇവിടെ ഇതെല്ലാം, അതായത് പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്, മാർക്കറ്റ് പ്രൈസും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്നു. പ്രൈസും ആവറേജ് ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആവുന്നു. മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്നു. അപ്പോൾ ആൾ ഓഫ് ദി എബോവ് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ. ഫോം ഇൻ എ monopolistic competition engage in price discrimination, product differentiation, both product differentiation and price discrimination, neither price discrimination nor product differentiation. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ്? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ട്, ബോത്ത് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആൻഡ്
price discrimination. Neither price discrimination nor product differentiation. അപ്പോൾ സി ആണ് ആൻസർ. ബോത്ത് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആൻഡ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഇത് രണ്ടും ഫേസ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദി പ്രസൻസ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഇൻ എ monopolistic competition. The presence of product differentiation in a monopolistic competition. Monopolistic competitionലെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ്റെ സാന്നിധ്യം. ഇൻക്രീസ്ഡ് പ്രൈസ് കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കുന്നു. ഡിക്രീസ്ഡ് പ്രൈസ് കോമ്പറ്റീഷൻ കുറയ്ക്കുന്നു. ഇൻക്രീസ്ഡ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കുന്നു. ഡിക്രീസ്ഡ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ കുറയ്ക്കുന്നു. അപ്പോൾ പ്രൈസ് കോമ്പറ്റീഷൻ കൂട്ടുന്നു, പ്രൈസ് കോമ്പറ്റീഷൻ കുറയ്ക്കുന്നു, നോൺ പ്രൈസ് കോമ്പറ്റീഷൻ കൂട്ടുന്നു, നോൺ പ്രൈസ് കോമ്പറ്റീഷൻ കുറയ്ക്കുന്നു. നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞല്ലോ നേരത്തെ, എന്താണ്? മണി ഓർ എക്സ്പെൻഡിച്ചർ ഫോർ അഡ്വർടൈസ്മെൻറ്റ്, വാറണ്ടീസ്, ഗ്യാരണ്ടീസ്, അവയർനെസ് പ്രോഗ്രാംസ് എക്സെട്ര. അപ്പോൾ സി ആണ് ആൻസർ, ഇൻക്രീസ്ഡ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ, അതാണ് ആൻസർ. ഓക്കെ. Then the concept of monopolistic competition first introduced by, ആദ്യമായിട്ട് monopolistic competition ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്കോണമിസ്റ്റ് ആരാണ്? മാർഷൽ, ജോൺ റോബിൻസ്, എഡ്വേർഡ് ചാമ്പർലിൻ, ഓഡം സ്മിത്ത്, മാർഷൽ, ജോൺ റോബിൻസ്, ദെൻ എഡ്വേർഡ് ചാമ്പർലിനാണ് ആദ്യമായിട്ട് monopolistic competition എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Next, 9th question. In a monopolistic competition, firms may use advertising to differentiate their product, price cutting to attract more customers, both price cutting and advertising, neither price cutting nor advertising. അപ്പോൾ in a monopolistic competition, firms may use, monopolistic competitionൽ അഡ്വർടൈസിങ് ചെയ്യാറുണ്ട്. എന്തിനാ? ടു ഡിഫറൻഷിയേറ്റ് ഇൻ പ്രോഡക്റ്റ്. ദെൻ പ്രൈസ് കട്ടിങ് ടു അട്രാക്ട് മോർ കസ്റ്റമേഴ്സ്, കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പ്രൈസ് കട്ടിങ് ഉണ്ട്. ബോത്ത് പ്രൈസ് കട്ടിങ് ആൻഡ് അഡ്വർടൈസിങ്, ഇത് രണ്ടും ചെയ്യാറുണ്ട്. പ്രൈസ് കട്ടിങ്ങും ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ അഡ്വർടൈസിങ് ചെയ്യാറുണ്ട്. നെയ്തർ പ്രൈസ് കട്ടിങ് നോർ അഡ്വർടൈസിങ്, ഇത് രണ്ടും ചെയ്യാറില്ല. അപ്പോൾ ആൻസർ ബി ആണ്, പ്രൈസ് കട്ടിങ് ടു അട്രാക്ട് മോർ കസ്റ്റമേഴ്സ്. സി ആണ് ആൻസർ, ബോത്ത് പ്രൈസ് കട്ടിങ് ആൻഡ് അഡ്വർടൈസിങ്, ഇത് രണ്ടും ചെയ്യാറുണ്ട്. ദെൻ 10th ക്വസ്റ്റ്യൻ, ദി ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം. ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ലോങ് റണ്ണിൽ ഫേമിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. അപ്പം പ്രൈസും മാർജിനൽ കോസ്റ്റും അതുപോലെ തന്നെ മാർജിനൽ റവന്യൂയും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്ന സിറ്റുവേഷനാണ് പ്രൈസ് ഈസ് ഈക്വൽ ടു ATC, ആവറേജ് ടോട്ടൽ കോസ്റ്റ്, ആൻഡ് മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. പ്രൈസും ആവറേജ് ടോട്ടൽ കോസ്റ്റും അതുപോലെ മാർജിനൽ റവന്യൂയും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിന്റ്. സി, പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആൻഡ് പ്രൈസ് ഈസ് ഈക്വൽ ടു ATC, ആവറേജ് ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിന്റ്. ഡി, മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് ടോട്ടൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. ഇതാണ് ഡി ആണ് ആൻസർ. പ്രൈസ് ഈസ് ഈക്വൽ ടു ATC ആൻഡ് MR ഈസ് ഈക്വൽ ടു MC. Today, thus we have discussed 10 questions related to monopolistic competition. നമ്മൾ മൊണോപ്പൊളിസ്റ്റിക് രണ്ടാമത്തെ മാർക്കറ്റ് സ്ട്രക്ചറായ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട് 10 ചോദ്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് മൊണോപ്പൊളി, ഒളിഗോപ്പൊളി ഈ 2 സ്ട്രക്ചർ ഇവിടെ പഠിച്ചു കഴിയുമ്പോൾ ആ യൂണിറ്റ് അവസാനിക്കും. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് all these 10 questions related to monopolistic competition. So please subscribe, share and support me. Thank you so much.